ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ ഭാരം കുറഞ്ഞത് അത് 4 കിലോയ്ക്ക് മുകളിലാണ്. ഇതടക്കമുള്ള വിവാദങ്ങളിൽ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. സ്ട്രോങ് റൂമും തിരുവാഭരണ രജിസ്റ്ററും പരിശോധിക്കണം. അന്വേഷണത്തിന് വിരമിച്ച ജില്ലാ ജഡ്ജിയെ നിയോഗിക്കാനും ദേവസ്വം ബെഞ്ച് തീരുമാനിച്ചിരിക്കുകയാണ്. 1999 മുതലുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ടെന്നാണ് കോടതി വിമർശനം. സായ്കുമാർ ചേരുന്നു നമുക്കൊപ്പം. സായ്കുമാർ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ പീഠം എവിടെയെന്ന് കോടതി ചോദിച്ചപ്പോഴാണ് പീഠം ഒരു ബന്ധുവീട്ടിലിരുന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പീഠം വന്നത്, പീഠം പാകമാകാത്തത്, പീഠം മാറ്റിയത്, ഇതൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പാളിയുടെ തൂക്കം കുറഞ്ഞപ്പോഴാണ് അത്രയും തൂക്കം ഉണ്ടായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കുന്നത്. ഒന്നിനും ഒരു കണക്കുണ്ടായിരുന്നില്ലേ സായ്കുമാർ? അതൊക്കെ അന്വേഷിക്കുമോ കോടതി ഇപ്പോൾ ഇടപെട്ടതിലൂടെ? ഗുഡ് ഈവനിംഗ് സുജിയ. തീർച്ചയായും ഗൗരവമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. നിശിതമായ വിമർശനം ഇന്ന് കോടതി നടത്തുകയും ചെയ്തു. ഒന്നിനും ഒരു കണക്കില്ല എന്നുള്ളൊരു വിമർശനമാണ്. 1999 മുതലുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ മാത്രമല്ല, അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൂടി പങ്കുണ്ടോ എന്നതടക്കമുള്ള സംശയം കൂടി ഇന്ന് കോടതി പറയുന്നുണ്ട്. അവരുടെ പങ്ക് കൂടി ഈ വിഷയത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം സ്ട്രോങ് റൂമിലെ തിരുവാഭരണ സ്വത്തുക്കളുടെ കണക്കെടുക്കുന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അതിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ കോടതി പ്രഖ്യാപിക്കുന്നത്. അവിടുത്തെ ഓരോ തരിക്കും എന്നുള്ള ഓരോ മൂല്യത്തിനും കൃത്യമായിട്ട് കണക്ക് വേണ്ട ഒരു ഇതുകൂടിയാണ്. അതിൽ വിശദമായിട്ടുള്ള മേൽനോട്ടവും പരിശോധനയും നിരവധി ഉദ്യോഗസ്ഥരുടെ ചുമതലയും ഒക്കെ ഉള്ളതാണ്. പക്ഷേ കൃത്യമായ എല്ലാ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു സംശയം ബലപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ്. കോടതി ചോദിച്ച കാര്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും അവിടെ കിട്ടിയിട്ടില്ല. തിരുവാഭരണം രജിസ്റ്ററും അടക്കമുള്ള മുഴുവൻ വിവരങ്ങളും വിശദമായി പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൗരവമായി തന്നെയാണ് കോടതി വിഷയം എടുത്തിരിക്കുന്നത്. കൃത്യമായ കണക്ക് ദേവസ്വം ബോർഡ് അടക്കം ഈ വിഷയത്തിൽ പറയേണ്ടി വരും. അങ്ങനെയാകുമ്പോഴാണ് എവിടെയാണ് ഈ വീഴ്ച വന്നിട്ടുള്ളത് എന്ന് ദേവസ്വം ബോർഡിനല്ല സായ്കുമാർ, ഇതിനു മുൻപ് 1999 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10-26 വർഷത്തെ കണക്ക് റെഡിയാക്കണം. മഹസറുകളിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ രജിസ്റ്ററൊക്കെ ശരിക്കും ഉണ്ടാകുമോ സായി? തീർച്ചയായും അതൊക്കെയാണ് ഇനി ദേവസ്വം ബോർഡ് അടക്കം കൃത്യമായി കൊടുക്കേണ്ടി വരിക സുജിയ. അതില്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അത് സുജിയ സൂചിപ്പിച്ചതുപോലെ 1-2 ദിവസത്തെയല്ല, 10-20 വർഷത്തെ കണക്കുകൾ ഓരോ കാര്യവും കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഉദ്യോഗസ്ഥർക്ക് അടക്കമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അന്ന് മുതലുള്ള വിവരങ്ങൾ കോടതി ചോദിക്കുമ്പോൾ കോടതി കൃത്യമായൊരു പരിശോധനയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ ആയിരിക്കില്ല, വീഴ്ചകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ കന്നിമാസ പൂജ കഴിഞ്ഞ് നട അടച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത മണ്ഡല മകരവിളക്ക് സീസൺ ആകുമ്പോഴേക്കും ഈ അന്വേഷണമൊക്കെ പൂർത്തിയായി അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കോടതിയുടെ ഇടപെടൽ പ്രത്യാശ നൽകുന്നതാണ്. താങ്ക് യു സായ്കുമാർ.